ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നതിനെക്കുറിച്ച് കേട്ടു. എങ്ങനെയൊക്കെയാണ് നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ നാമത്തെ നമ്മൾ ഏറ്റുപറയുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ ആവസിക്കുന്നതിനെക്കുറിച്ചും, ഈശോയുടെ നാമം നമ്മുടെ അധരങ്ങളിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ എല്ലാ ദിവസവും ഏറ്റുപറഞ്ഞ് നമ്മുടെ കുടുംബത്തിൻ്റെ തലമുറയെ നിലനിർത്തുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം ഓരോ കുടുംബനാഥന്മാർക്കും കുടുംബനാഥകൾക്കും ഉണ്ട്. ആ യേശുവിൻ്റെ നാമമാണ് നമ്മൾ ഏറ്റുപറയുന്നത്. ആ നാമത്തിലാണ് നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നത്. ഇന്ന് പല കുടുംബങ്ങളും ശിഥിലമാകുന്നതിൻ്റെ കാരണം യേശുവിന് നമ്മൾ സ്ഥാനം നൽകിയിട്ടില്ല. ദൈവം നമുക്ക് നൽകിയ 10 കൽപ്പനകൾക്ക് എതിരായിട്ട് ഇന്ന് ലോകം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം തിരിച്ച് നമ്മൾ ഒരു വ്യക്തി ദൈവത്തെ അനുസരിക്കുമ്പോൾ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ പ്രദേശം, നമ്മുടെ സമൂഹം, നമ്മുടെ ഇടവക എല്ലാം രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കുക. റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ, ഈ ദൈവമക്കൾ എന്ന് പറയുന്നത് നമ്മൾ ആ ദൈവത്തോട് ചേരുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ ആവസിച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുന്നത്. ആ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ സൃഷ്ടപ്രപഞ്ചം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഈ ലോകത്തിൻ്റെ സൃഷ്ടികളുടെ മേൽ മുഴുവനുമുള്ള ആധിപത്യം ദൈവം മനുഷ്യ മക്കൾക്ക് നൽകി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 26-ഉം 27-ഉം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുന്ന് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ദൈവം എല്ലാ അധികാരവും കൊടുത്തു. ക്രിസ്തുവിലൂടെ വീണ്ടും അവിടുന്ന് ആ ക്രിസ്തുവിൻ്റെ നാമം നമ്മൾ ഏറ്റുപറയുമ്പോഴും ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോഴും ആ അധികാരം നമുക്ക് വീണ്ടും ദൈവം തരികയാണ്. സങ്കീർത്തനം 104-ാം അധ്യായത്തിലും എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. അതിൻ്റെ ഉടമയായിട്ട് ദൈവം നമ്മളെ നിയമിക്കുമ്പോൾ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാനുമുള്ള ഒരു മനസ്സ് നമ്മളിലില്ല എങ്കിൽ നമ്മുടെ പ്രപഞ്ചം വേദനിക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സങ്കീർത്തനത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൽ കാണുന്നുണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 93 തൊട്ട് 101 വരെ നമ്മൾ വായിച്ചാൽ, സങ്കീർത്തനം 145 മുതൽ 150 വരെ വായിക്കുമ്പോൾ, അതുപോലെ സങ്കീർത്തനങ്ങളിൽ ഒത്തിരി വചനങ്ങളുണ്ട്. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 113 തൊട്ട് 115 വരെയുള്ള അധ്യായങ്ങളിൽ എല്ലാം എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക, അതുപോലെ തന്നെ സർവ്വസൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. ഈ വചനങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോഴും ഉരുവിടുമ്പോഴും ആ വചനത്തിൻ്റെ ശക്തി വന്ന് നമ്മിലും ആവസിക്കും. നമ്മുടെ അന്തരീക്ഷത്തിലും ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചപ്പോഴാണ് തടവറയിൽ അത്ഭുതം സംഭവിക്കുക. അവരെന്താ ചെയ്തത്? കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു. ആ സ്തുതിപ്പിലൂടെ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയാണ്. ഈ കീർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഈ കീർത്തനങ്ങൾ പാടി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സാബത്ത് ദിവസം വിശുദ്ധമായിട്ട് ആചരിക്കുക. നമുക്ക് ദൈവം കൽപ്പിച്ചു തന്നിട്ടുള്ള വിശുദ്ധ ദിവസമാണ് ഞായറാഴ്ച. ആ ദിവസങ്ങളിൽ കീർത്തനം പാടി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേലും നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ മേലും ആവസിക്കുന്നു.
ദൈവം വിശ്രമിച്ച ദിവസമാണ് സാബത്ത് ദിവസം. ആ ദിവസത്തിൽ ഒരു ആത്മാവുണ്ട്, ആ ദിവസത്തിനൊരു ജീവനുണ്ട്. ആ ദിവസത്തെ വിശുദ്ധമായിട്ട് ആചരിക്കുമ്പോൾ നമ്മളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും ജീവനും നിലനിൽക്കുകയാണ്. ഏതൊക്കെയാണ് സങ്കീർത്തനങ്ങളും കീർത്തനങ്ങളും നമ്മൾ ആ സാബത്ത് ദിവസം വായിക്കേണ്ടത്? അല്ലാത്ത ദിവസങ്ങളിലും നമ്മൾ ഈ കീർത്തനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പാപത്തിൻ്റെ ചെങ്ങലകൾ പൊട്ടുന്നു. ദൈവനാമത്തിനെതിരായി വരുന്ന എല്ലാ ശക്തിയുടെയും ബന്ധനങ്ങൾ പൊട്ടുന്നത് കീർത്തനം പാടുമ്പോഴാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം മോശയുടെ കീർത്തനം, നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിലും മോശയുടെ കീർത്തനം നമ്മൾ കാണുന്നുണ്ട്. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ ഹന്നായുടെ കീർത്തനം നമ്മൾ കാണുന്നുണ്ട്. ഈ ഹന്നായുടെ കീർത്തനമാണ് പരിശുദ്ധ കന്യാമറിയം ഈശോ വന്നപ്പോൾ പാടിയത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനത്തിൽ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ച് തന്നെ. ഈ ഒരു സംഗീതമാണ് പരിശുദ്ധ കന്യാമറിയം പിതാവായ ദൈവത്തിൽ നിന്നും ഗബ്രിയേൽ മാലാഖ വന്ന് സന്ദേശം അറിയിച്ചപ്പോൾ യേശുവിനെ തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞ് മറിയം പാടുകയാണ്. ഈ കീർത്തനങ്ങളാണ് അവരെല്ലാം ഉരുവിട്ടുകൊണ്ടിരുന്നത്. ഈ മറിയത്തിൻ്റെ സ്തോത്രഗീതമൊക്കെ നമ്മൾ പാടുമ്പോൾ നമ്മളിൽ വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ കുറേ പ്രാവശ്യം വായിക്കുമ്പോൾ, ഒരു ദിവസം തന്നെ നമ്മളത് 5-8 പ്രാവശ്യമെങ്കിലും നമ്മളത് ഉരുവിടുകയാണെങ്കിൽ നമ്മളിൽ ആ മറിയത്തിൻ്റെ കൃപകൾ കൊണ്ട് നിറയും. ദൈവം നിറയ്ക്കും. കാരണം ദൈവം വിശ്വസ്തനാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ് നമ്മുടെ പരിശുദ്ധ കന്യാമറിയം. ആ മറിയത്തെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ യേശുവിനോട് കൂടി സ്വീകരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡിവൈൻ ഓഫീസിൽ ചെല്ലുമ്പോൾ അതിലും നമ്മൾ കീർത്തനങ്ങൾ ചൊല്ലാറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഈവനിങ് പ്രാർത്ഥനയിൽ ചെല്ലുന്നുണ്ട് മറിയത്തിൻ്റെ സ്തോത്രഗീതം. പ്രഭാത പ്രാർത്ഥനയിൽ നമ്മൾ ഉരുവിടുന്നത് സക്രിയായുടെ കീർത്തനമാണ്. നൈറ്റ് പ്രയറിൽ നമ്മൾ ഉരുവിടുന്ന കീർത്തനം യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ശിമിയോൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന ആ പ്രാർത്ഥനയാണ് നമ്മൾ ഉരുവിട്ടതിന് ശേഷം ഉറങ്ങാൻ പോവുക. ഇതെല്ലാം കീർത്തനങ്ങളാണ്. അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും എല്ലാം നമ്മൾ കൂടുതലും ചെല്ലുന്നത് ദാനിയേൽ 3-ാം അധ്യായമാണ്. അതിലും പറയുന്നത് ദാനിയേലിൻ്റെ കീർത്തനങ്ങൾ. 3 യുവാക്കന്മാർ തീ ചൂളയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, സകല സൃഷ്ടികളെയും ചേർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന കീർത്തനമാണ് നമ്മൾ ഡിവൈൻ ഓഫീസിൽ ചെല്ലുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആന്തരിക അർത്ഥങ്ങൾ എന്താണ്? നമ്മുടെ ആത്മാവിന് ആവശ്യമായ ഭക്ഷണമാണ് ഈ കീർത്തനങ്ങൾ, ഈ പ്രാർത്ഥനകൾ. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു ആത്മാർത്ഥമായ ബന്ധം വരുന്നതും ഈ കീർത്തനങ്ങൾ പാടി ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോഴാണ്. നമ്മളത് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ അനുഭവം ഉണ്ടാകും, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ യൂദിത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ യൂദിത്തിൻ്റെ കീർത്തനം നമുക്ക് കാണാം. തോബിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ തോബിത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ തോബിത്ത് അനേകം അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും എല്ലാം അവർ കടന്നുപോയി.
അവസാനം അവർ ദൈവത്തെ കുമ്പിട്ടാരാധിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് തോബിത്തിൻ്റെ കീർത്തനം. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ 22 മുതൽ 61 വരെയുള്ള തിരുവചനത്തിൽ സോളമന് ദൈവത്തിന് ആലയം പണിതതിനു ശേഷം ആ ആലയത്തിലേക്ക് കൈകൾ ഉയർത്തി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതും ആ ആലയത്തിന് നേരെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 6 തൊട്ട് 11 വരെയുള്ള തിരുവചനങ്ങളാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ച് പാടിയ കീർത്തനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ വിശുദ്ധ പൗലോസ്ലീഹ ക്രിസ്തുവിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴത്തെക്കുറിച്ചും എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാം അവിടുന്ന് നിന്ന് അവിടുന്ന് വഴി അവിടുന്നിലേക്ക് അവിടത്തേക്ക് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ, ആ ക്രിസ്തുവിന് സകല ആരാധനയും മഹത്വവും കൊടുത്തുകൊണ്ട് പാടുന്ന ഒരു സംഗീതം നമുക്ക് കാണാം. അതുപോലെ തന്നെ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതലുള്ള തിരുവചനത്തിൽ ദൃശ്യവും അദൃശ്യവുമായ സകല സൃഷ്ടികളും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുൻപിൽ മുട്ടുമടക്കുന്നത്. ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങളും വ്യത്യാസങ്ങളെയും കുറിച്ചും നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പാപ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുവാനും പാപത്തെ വെറുത്തുപേക്ഷിക്കുവാനും ക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുവാനും ദൈവരാജ്യം വളർന്ന് വികസിപ്പിക്കുവാനും എല്ലാം ഈ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ ദൈവം സഹായിക്കും. യോന പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം, ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം, ഈ പ്രവാചകന്മാരെല്ലാം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. നമ്മളും കൂടെ കൂടെ കീർത്തനങ്ങൾ പാടി അന്തരീക്ഷത്തെയും നമ്മളെയും നമ്മുടെ സമൂഹത്തെയും വിശുദ്ധീകരിക്കപ്പെടുവാനും, പ്രത്യേകിച്ച് നമ്മൾ ദിവ്യബലി അർപ്പണം കഴിഞ്ഞ് ഇരുന്ന് ഈ വചനങ്ങൾ വായിക്കുമ്പോൾ സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 113 തൊട്ട് 118 വരെയുള്ള അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോഴും ദൈവം നമ്മളെ ആത്മാവിൽ ശക്തരാക്കും, ധീരരാക്കും. വലിയ മലകൾ പോലെ വരുന്ന പ്രശ്നങ്ങളെയും നിസ്സാരമായിട്ട് ദൈവം അത് നന്മയാക്കി മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയുവാനും പീഡനങ്ങളിലും സഹനങ്ങളിലും ദുഃഖങ്ങളിലും കഷ്ടതകളിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും വേർപെടുത്താത്ത വിധം നമ്മളെ പിടിച്ചു നിർത്തുവാനും സാധിക്കുന്നത് ഈ വിശുദ്ധ വചനങ്ങളാണ്, വിശുദ്ധ ബലിയാണ്. നിത്യ ആരാധന ഇന്ന് നമുക്ക് അനേക സ്ഥലങ്ങളിലുണ്ട്. ആരാധനയുടെ മുമ്പിലിരുന്ന് നമ്മൾ ഈ വചനങ്ങളും കീർത്തനങ്ങളും എല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ സൃഷ്ടാവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് നമുക്ക് യോഗ്യത തരും. അതുപോലെ തന്നെ നമ്മൾ പലതരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. എഴുന്നേറ്റ് നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കാറുണ്ട്, മുട്ടിന്മേൽ നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കാറുണ്ട്, കമഴ്ന്ന് കിടന്ന് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്, ഇരുന്നു കൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കാറുണ്ട്. നമ്മൾ ഓരോ തരത്തിൽ ചെയ്യുമ്പോഴും അതിന് അതിൻ്റേതായ ബഹുമാനം കൊടുക്കുന്നുണ്ട്. ഈ മുട്ടിന്മേൽ നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ മുട്ടുകൾ മടക്കുക. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ മുട്ടുകൾ മടക്കുമ്പോൾ ഒരു തിന്മയുടെ ശക്തികളുടെ മുമ്പിൽ മുട്ടുമടക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല. കാരണം ദൈവം സർവശക്തനാണ്. ആ സർവശക്തനെ നമ്മൾ മുട്ടിന്മേൽ നിന്ന് ആരാധിക്കുന്നു. അതുപോലെ നമ്മൾ കാണുന്നുണ്ട്, അബ്രഹാം നിലം പറ്റെ താണു വണങ്ങി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17 1 തൊട്ട് 3 വരെ, ഉൽപ്പത്തി പുസ്തകം 18 1 മുതൽ 3 വരെ എല്ലാം അബ്രഹാം ദൈവത്തെ നിലം പറ്റെ കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 6 തൊട്ട് 11 വരെയുള്ള വചനത്തിൽ എല്ലാം മുട്ടും മടങ്ങുന്നതാണ് ആ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കൈകൾ ഉയർത്തി ദൈവത്തെ നമ്മൾ ആരാധിക്കുവാനും, പുറപ്പാടിൻ്റെ പുസ്തകം 11-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, മോശ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഇസ്രായേലിയർക്കായിരുന്നു വിജയം. മോശ കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേലിയർക്കായിരുന്നു വിജയം. അപ്പോൾ
ആ നന്മ ഉയർത്തപ്പെടുന്നതിൻ്റെ ഒരു അടയാളമാണ് കരങ്ങൾ ഉയർത്തുക. അതാണ് 1 തിമോത്തി 2:1 പറയുകയാണ്, പുരുഷന്മാർ കോപമോ കലഹമോ കൂടാതെ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ആ കീർത്തനങ്ങളുടെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുവാനും അത് കൂടുതൽ സമയവും നമ്മൾ പ്രാർത്ഥിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.